സംസ്കാരത്തിൻ്റെ തീനാളമായ കവിതയ്ക്ക് ഒരു ഉണർത്തുപാട്ടായിരുന്നു കൈരളി മാമ്പഴം. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കാവ്യസ്നേഹികൾ മാമ്പഴത്തിൻ്റെ ഭാഗമായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 17 മത്സരാർത്ഥികളുമായി ആരംഭിച്ച് മാമ്പഴം 9ന്റെ സമാപനോത്സവം 2 എപ്പിസോഡുകളായാണ് കൈരളി സംപ്രേഷണം ചെയ്യുന്നത്. 6 മത്സരാർത്ഥികളാണ് ഇന്നിവിടെ ഈ വേദിയിൽ കാവ്യാലാപനത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാ കാവ്യ ആസ്വാദകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വിശേഷ സന്ദർഭം മാമ്പഴം 9ന്റെ സമാപനോത്സവം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിശിഷ്ടാതിഥികളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി കൈരളി ടിവിയുടെ സീനിയർ ഡയറക്ടർ ശ്രീ വെങ്കിട്ടരാമൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാം ശ്രീ PO മോഹൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈരളി ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ സന്തോഷ് പാലിയെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മാമ്പഴത്തിന്റെ വിധികർത്താക്കളെയാണ്. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിനെയും ശ്രീ മുരുകൻ കാട്ടാക്കട അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാമ്പഴത്തിന്റെ സമാപനോത്സവത്തിൽ ഇന്ന് മാറ്റുരയ്ക്കുന്ന 6 മത്സരാർത്ഥികളെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈയടി നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാം. ഈ ധന്യമുഹൂർത്തത്തിന് ശുഭാരംഭം കുറിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നു ശ്രീ വെങ്കിട്ടരാമൻ സർ. സർ പ്ലീസ്. മാമ്പഴം എന്ന ഈ റിയാലിറ്റി ഷോ അതിൻ്റെ 9ാമത് പതിപ്പ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ചുംബന സമരമാണ് സമൂഹത്തിൻ്റെ ക്രിയാത്മകതയുടെ അളവുകോൽ എന്ന് എത്തി നിൽക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ മാറാത്ത മൂല്യങ്ങൾ ഇന്നുമുണ്ട് എന്ന് കാണിക്കുവാൻ ഇതാ ഒരു മാമ്പഴമുണ്ട് എന്ന് വളരെ ഗർവോടുകൂടി കൈരളി പറയാൻ ധൈര്യപ്പെടുന്നു. പ്രഗത്ഭരായ വിധികർത്താക്കൾ മത്സരാർത്ഥികൾക്ക് തീർത്തും പിന്തുടരാവുന്ന നിലയ്ക്കുള്ള അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം കൊണ്ടും ഈ റിയാലിറ്റി ഷോ എന്നും ധന്യമാണ്. അങ്ങനെ തന്നെ തുടരും. ഇതിൻ്റെ അടുത്ത പതിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഈ ഫൈനൽ മത്സരവേദി മത്സരങ്ങൾ തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. എല്ലാ മത്സരാർത്ഥികൾക്കും കൈരളിയുടെ വിജയാശംസകൾ. നന്ദി സർ. വളരെ അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് കൈരളി ടിവിയുടെ സീനിയർ ഡയറക്ടർ ഫൈനാൻസിൻ്റെ ചുമതല കൂടിയുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ വെങ്കിട്ടരാമൻ സാർ മാമ്പഴത്തിനൊരു 10ാമത്തെ അധ്യായം കൂടി ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ച ഈ നിമിഷത്തെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത്. വളരെ ധീരമായ ഒരു പ്രവർത്തനം തന്നെയാണ് മാമ്പഴത്തിലൂടെ കൈരളി ടി വി വേറിട്ട രീതിയിൽ മലയാളത്തിന് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി മലയാള കവിതയ്ക്കും കാവ്യ സംസ്കാരത്തിനും അതുവഴി നമ്മുടെ ചിരന്തന സംസ്കാരത്തിനും പിന്തുണ നൽകുന്ന ചാനലുകൾ കേരളത്തിൽ വേറെയില്ല, ഇന്ത്യയിൽ തന്നെ വേറെയില്ല എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. വളരെ ഹൃദയം നിറഞ്ഞ ആശംസ മാത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് 6 പേർക്കും ഞാൻ വളരെ സന്തോഷകരമായി ഈ പരിപാടിയിൽ വിജയം നേടാനുള്ള ആശംസ കൂടി അർപ്പിക്കുന്നു. ഒരു പക്ഷേ ലോകത്തിൽ കവിത റിയാലിറ്റി ഷോയ്ക്ക് വഴങ്ങും എന്ന് തിരിച്ചറിഞ്ഞ പ്രതിബദ്ധതയുള്ള കൈരളി ചാനലിനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രധാന പ്രത്യേകത, മറ്റെല്ലാ റിയാലിറ്റി ഷോ, ഇപ്പോൾ സിനിമാ ഗാനങ്ങളെ സംബന്ധിച്ച റിയാലിറ്റി ഷോ ആണെങ്കിൽ മറ്റാരോ പാടി മനോഹരമാക്കി വച്ച ഒരു കാര്യത്തെ കേട്ട് പഠിച്ച് വന്ന് അവതരിപ്പിച്ചാൽ മാത്രം മതി. എന്നാൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അങ്ങനെയല്ല. അവർ ഒറിജിനലായിട്ടാണ് ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. അവരൊരു കവിത സ്വയം കണ്ടെത്തണം, അതിൻ്റെ ആത്മാവ് കണ്ടെത്തി ആദ്യമായി എല്ലാ ഈ ഓർക്കസ്ട്രേഷൻ്റെയും സമരസപ്പെട്ടുകൊണ്ട് ആദ്യമായി നേരിട്ട് ആലപിക്കുകയാണ്. വേറെ ഒരു റിയാലിറ്റി ഷോയ്ക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല അത് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ 6 പേർ അവസാനം ഇവിടെ നിൽക്കുന്നത്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ആശംസകൾ. മാമ്പഴം 9ന്റെ സമാപനോത്സവം
ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വെങ്കിട്ടരാമൻ സാറിനെയും മറ്റെല്ലാ വിശിഷ്ട അതിഥികളെയും ക്ഷണിക്കുന്നു. സമാപനോത്സവത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങ് ധന്യമാക്കിയ എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന കാവ്യാലാപനം, ഈ മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നു. വിപ്ലവം എന്ന വിഷയത്തിലുള്ള കവിതകളാണ് ആദ്യം മത്സരത്തിനെത്തുന്നത്. വാളല്ലൻ സമരായുധം എന്ന് പാടി തൂലികയെ പടവാളാക്കിയ മഹാവിപ്ലവ കവിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ, മാമ്പഴം 9 ഈ സമാപനോത്സവ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായി ഏത് കവിതയാണ് ചൊല്ലുന്നത്? വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിത. എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല, മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ, അന്തരിന്ദ്രിയ നാഭിപത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ചു വിശ്വരൂപങ്ങൾ തീർക്കാൻ, അവയും ഞാനും തമ്മിൽ ഒന്നാവാൻ, യുഗചക്ര ഭ്രമണപഥങ്ങളിൽ ഉഷസായി നൃത്തം വയ്ക്കാൻ, ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നു മനസ്സിൻ സർഗധ്യാനം. ഉടവാളുരുക്കി ഞാൻ വീണ തീർത്തത് നാവിലുറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം, മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ. പടവാളിനെക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. നാലുകെട്ടുകൾക്കുള്ളിൽ പൂർവികരുടെ പടവാളിന് പൂവർച്ചിച്ച പൂണൂലിൻ പാരമ്പര്യം അവയോടൊപ്പം വലിച്ചെറിഞ്ഞു മനുഷ്യന്റെ കവിയായി ദശാബ്ദങ്ങൾ പിന്നിട്ടു വരുന്നു ഞാൻ. ഉടഞ്ഞു കിടക്കുന്ന വിഗ്രഹങ്ങളെ, മണ്ണോടടിഞ്ഞു തകരുന്ന ഞാനെന്ന ഭാവങ്ങളെ, നഗ്നപാദനായി പിന്നിട്ടെത്തി ഞാൻ ആത്മാവിലെ ഭദ്രദീപത്തിൻ പട്ടുനൂൽ തിരികെടുത്താതെ. ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ, ദന്തഗോപുരമെന്നു പേരിട്ടു. രക്തത്തിൻ്റെ ഗന്ധമുള്ളൊരീ കൊച്ചു വൽമീകത്തിനു നിങ്ങൾ മൺകുടങ്ങളിൽ ഭൂതത്താന്മാരെ അടയ്ക്കുന്ന മന്ത്രശക്തിയുമായി കാലത്തിൻ കടൽക്കരെ കല്ലെറിഞ്ഞുടയ്ക്കുവാൻ വന്നു നിൽക്കുന്നു. ശൈലീ വല്ലഭന്മാരാം നിങ്ങൾ പൊയ്മുഖങ്ങളുമായി. എറിഞ്ഞാലുടയില്ല, മന്ത്രാസ്ത്ര നിരവാരിച്ചൊരിഞ്ഞാൽ മുറിയില്ല ഈ മൺപുറ്റിൻ രോമം പോലും. എറിഞ്ഞാൽ
മന്ത്രാസ്ത്ര നിരവാരിച്ചൊരിഞ്ഞാൽ മുറിയില്ല ഈ മൺപുറ്റിൻ രോമം പോലും. മാമ്പഴം 9 സമാപനോത്സവ വേദിയിൽ അടുത്ത വിപ്ലവ കവിതയുമായി എത്തുന്നു ഹരിപ്രിയ. ഹരിപ്രിയ ചേച്ചി, മാമ്പഴത്തിന്റെ ഈ സമാപനോത്സവ വേദിയിലേക്ക് സ്വാഗതം. നന്ദി ചേച്ചി. ഇടശ്ശേരിയുടെ കവിതയാണല്ലേ ചൊല്ലുന്നത്? അതെ, പുത്തൻകലവും അരിവാളും. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നന്ദി ചേച്ചി. ആരേ പോയ പുകിൽ തീ പാടത്തരിമയോടാരിയൻ വിത്തിട്ടു. മേലെ തീമഴ താഴെ ചെങ്കനൽ മീനക്കൊടുമ്പയിൽ കത്തുമ്പോൾ താടയുമാട്ടി തളരാതെ കരി താട്ടി വലിക്കുമെരുതൊപ്പം. എണ്ണമിനുപ്പാലല്ലോ തടി മിന്നി വിയർപ്പാലോലം. ഇമ്മൺ പാൽ തരിയാവോളം വിഷുക്കൊന്നയിൽ പൂക്കണി വെപ്പോളം. കോമനുഴുതു മറിച്ചു പാടം കോമൻ വിതച്ചു പൊന്നാര്യൻ. പുതിലിറക്കിക്കൊണ്ടു പുതുവിത്തണി നീലം പതിയും കാർമുകിൽ നീങ്ങുമ്പോൾ ഏറെ പൊന്മുള പാടത്തോ കുളിർ കോരിയ കോമനു മാറത്തോ. രാപ്പകലിൽ ഒരു വിശ്രാന്തി വിളകാപ്പതി നിന്തൊരു ശുഷ്കാന്തി. കളയും മുളച്ചു കനം കൂടി കുളിർ കളമകളങ്ങനെ കാറ്റാടി. നീളെ നീലപ്പരപ്പിതിലെങ്ങും നീന്തി കളിച്ചു നീരോളം. അരയന്നപ്പിട പോലെ കളപറി പെണ്ണുങ്ങൾ ഒഴുകി വന്നെത്തിയ വാരോളം. അരയന്നപ്പിട പോലെ കളപറി പെണ്ണുങ്ങൾ ഒഴുകി വന്നെത്തിയ വാരോളം. ആ വഴി പോകും നാട്ടാരിൽ ചിലർ ഏവം ചൊൽവതു കേൾക്കായി. കോമൻ പൂട്ടി വിതച്ചതി പാടം കോമൻ പൊൻവിളയിച്ചതി പാടം. ആരെ കൊയ്ത്തു കഴിച്ചതി ആണ്ടിൽ കോമൻ വിളയിച്ച പൊന്നാര്യൻ. കോമനുമല്ല പണിക്കാരും ഒരു കോടതിയാമിനും ആൾക്കാരും. കൊയ്യാൻ വെച്ചൊരു പൂമ്പുലർവേള തന്മയ്യണി കണ്ണു തുറക്കുന്നു. കോടക്കാറ്റു കുലുക്കിയ വിണ്ണിൽ മാമരത്തോപ്പിലെ താരങ്ങൾ. തുമ്പക്കുടങ്ങളിൽ തങ്ങി തെളിഞ്ഞൊരു പങ്കിയിലുണ്ടു വിരിയുന്നു. വലിയ വരമ്പേറി വന്നു കോമൻ വഴിയെ തന്റെ പണിക്കാരും. പാടത്തുണ്ടു പെരുത്താൾ കൂട്ടം കോടതിയാമീൻ കൊയ്യിപ്പൂ. കോമൻ നിന്നൊരു നോക്കതു കാണ്ടി കാമമവനു നശിച്ചേ പോയി. ഉണ്ണാനുള്ളൊരു ചോറ്റിൽ പട്ടികൾ നിന്നു ചിലപ്പതു കണ്ടാലോ. കോമൻ നിന്നൊരു നോക്കേ കണ്ടു കോടതിക്കുള്ളൊരധികാരം. മാനത്തെ വെള്ളം വീഴാതുടങ്ങിപ്പോയ മകരവിള. അടുത്ത മത്സരാർത്ഥിയെ ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു, അമൃതരാജിനെ. കൊയ്ത്തുമീ ധിക്കാരം, ചെത്തിയും കൊയ്ത്തുമീ ധിക്കാരം. അമൃതരാജ് ചേച്ചി, മാമ്പഴത്തിന്റെ ഈ സമാപനോത്സവ വേദിയിൽ വിപ്ലവം എന്ന വിഷയത്തിൽ ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത്? TS തിരുമുമ്പിൻ്റെ എൻ്റെ യുവത്വം എന്ന കവിതയെ ചൊല്ലുന്നു. തലനരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലെൻ യുവത്വവും. പിറവി തൊട്ട് നാളെത്ര എന്നെണ്ണും അപ്പതിവു കൊണ്ടല്ലളപ്പതൻ യൗവനം. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമെൻ യൗവനം. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമെൻ യൗവനം. ധനികധികൃതി തൻ കണ്ണുരുട്ടലിൽ പനി പിടിക്കാത്ത ശീലമെൻ യൗവനം. വിഷമഘട്ടത്തിലേതിലും ചെറ്റുമേ പതറിടാത്ത ഹൃദന്തമെൻ യൗവനം.
ഇരവോടക്രമം ചീറ്റി അടുക്കുമ്പോൾ പൊരുതുവാനാഞ്ഞണഞ്ഞെത്തുമക്ഷമ വഴിമുടക്കുന്ന മാമൂൽ തലകളെ പിഴുതെടുക്കുന്ന തീവ്രാസഹിഷ്ണുത. പ്രതിനിമിഷം വളരാൻ വികസിക്കാൻ കൊതി പെരുകിയുഴറും അശാന്തത. അവശലോകത്തെ ഞെക്കി ഞെരുക്കുന്ന ദുരധികാരത്തെ വെല്ലുവിളിക്കുവാൻ. അവശലോകത്തെ ഞെക്കി ഞെരുക്കുന്ന ദുരധികാരത്തെ വെല്ലുവിളിക്കുവാൻ. പ്രഭുത തൻ വിഷപ്പല്ലു പറിക്കുവാൻ വിഭുതയാളും അമോഘ സുധീരത. ഭയമൊരിത്തിരി തീണ്ടാത്ത പൗരുഷം, അലസത ചെളിതേക്കാത്ത ജീവിതം. വിവിധ ദുഃഖങ്ങൾ ആർത്തടുക്കുമ്പോഴും വിരളമാവാത്ത ദുർധർഷ വിക്രമം. ജയലഹരിയിൽ മങ്ങാത്ത തന്റേടം, അപജയത്തിൽ കലങ്ങാത്ത സൗഹൃദം. ഇവയെഴുന്നോർ സദാപി യുവാക്കന്മാർ, ഇവയെഴുന്നോർ സദാപി യുവാക്കന്മാർ. ഇവയെഴാത്തവർ വൃദ്ധരിൽ വൃദ്ധരും. മാമ്പഴത്തിന്റെ ഈ സമാപനോത്സവ വേദിയിലെത്തുന്നത് ആർദ്ര. ആർദ്രയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആർദ്ര ചേച്ചി, മാമ്പഴത്തിന്റെ ഈ സമാപനോത്സവത്തിലേക്ക് സ്വാഗതം. ഇനി ഏത് കവിതയാണ് ചൊല്ലുന്നത്? വയലാറിന്റെ സംസ്കാരത്തിന്റെ നാളങ്ങൾ എന്ന കവിത. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമര കഥ. അതു പറയുമ്പോൾ എന്നുടെ നാടിനഭിമാനിക്കാൻ വകയില്ലേ. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലതു പൊരുതും വർഗചരിത്രത്തിൽ. ഉടനീളം തുടുചോരയിലെഴുതിയ തുടുതുടെ നിൽക്കും പരമാർത്ഥം, തുടുതുടെ നിൽക്കും പരമാർത്ഥം. ഇടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാവും. അവരെ കണ്ടാൽ സമുദായത്തിനടിമുടി അടിമുടി കലികേറും. എഴുന്നേൽക്കാൻ വയ്യൊന്നിനുമെന്നാൽ ികളിലൊക്കെ തീയരിയും. ഒന്നിച്ചൊന്നിച്ചെതിരിട്ടപ്പോൾ ചെന്നിടമൊഴുകി ചോലകളിൽ, ചെന്നിടമൊഴുകി ചോലകളിൽ. തോക്കും മജ്ജയും ഉയിരുമുരുക്കും നേർക്കുകയായി പലവട്ടം. വെടികൊണ്ടായിരമലറി മരിച്ചു ചുടുചോരയ്ക്കൊരു ചങ്കൂറ്റം. ചോര ചുവയ്ക്കും ഞങ്ങളുടെ നാട്ടിലെ നീരാവിക്കും മണലിനും. കറുകക്കൂമ്പിൽ മഞ്ഞണി മുത്തിലും ഒരു തുള്ളി ചുടുനിണമില്ലേ. ഇവിടെ കായലിലൊഴുകിപ്പോകും കവിതയ്ക്കുണ്ടൊരു കഥ പറയാൻ. വെടിയേറ്റന്നു തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ. ഇഷ്ടപ്പെട്ടു പലരും പലതും പട്ടിണിയുടെ ആ സമരത്തിൽ. നാടിനു വേണ്ടി ധീരതയോടടരാടിയ മർദ്ദിത ജനതയെ കൊന്നുകുഴിച്ചിട്ടൊരു ചെമ്മണലിൽ കുന്നിനടുത്തൊരു ചെറുകുടിലിൽ പറയുകയാവാ. ചുടുമിഴി നീരോടറുപതടുത്തൊരു പടുകിഴവി. അരിയും തുണിയും കിട്ടാതങ്ങനെ മരണപ്പൊത്തിൽ പിടയും നാൾ. അതു ചോദിച്ചാൽ ചോദിപ്പവരുടെ പുകുപൊളിക്കും ഭരണക്കാർ. അവരോടെതിരിട്ടെത്തിയ നാട്ടാർ അവരുടെ തോക്കിനിരയായി. അയ്യോ പോയി
എന്നരുമ കുഞ്ഞന്നു നടത്തിയ സമരത്തിൽ ചങ്കിനൊരുണ്ട തറച്ചതിൽ നിന്നും ചെങ്കുടൽ തള്ളിയൊരാരൂപം വയ്യതു കാണാൻ മകനേ നീയാ മണ്ണിലുറങ്ങുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു വിപ്ലവ കവിത ആലപിക്കാനായി ആദർശയെ. ആദർശ, മാമ്പഴത്തിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. വിപ്ലവം തുളുമ്പി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ എല്ലാവരുടെയും വസ്ത്രധാരണത്തിൽ വരെ എനിക്ക് തോന്നുന്നു ആ ഒരു ചുവപ്പിൻ്റെ നിറം കാണാം അല്ലേ? ഏത് കവിതയാണ് ഇന്ന് ചൊല്ലുന്നത്? എൻവിയുടെ ഉണരുക. അപ്പോൾ നല്ല ധീരമായി തന്നെ നല്ല ചുറുചുറുക്കോട് കൂടി ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉണർന്നെണീക്കുവിനടിമച്ചങ്ങല പൊറുത്തിടാത്തോരേ, ഉണർന്നെണീക്കുക തന്നാടിനായി സമരം ചെയ്വോരേ, ഉണർന്ന 40 കോടികൾ നമ്മുടെ എല്ലാൽ മാംസത്താൽ ഉരുക്കുകോട്ടകൾ നീലെ ഉയർത്തുക നാടിതു രക്ഷിപ്പാൻ. ഹിന്ദു മുസൽമാൻ ശിഖനും ക്രിസ്ത്യൻ പാഴ്സിയും ഒന്നിച്ചി ഹിന്ദുസ്ഥാനം സ്വതന്ത്രമാക്കും പടക്കണഞ്ഞാവൂ. മറന്നിടാ നാം അമൃത സരസ്സു ചിമൂറും മിസ്സൂറും, മറന്നിടാ നാം 50 ലക്ഷം മരിച്ച ബംഗാളും, മറന്നിടാ നാം വെടിയുണ്ടകളെ തഴുകിയ നാട്ടാരേ, മറന്നിടാ നാം കഴുമരമേറിയ ധീര സഹോദരരേ. 1000 ആത്മത്യാഗികൾ അടരിൽ ചൊരിഞ്ഞ ചുടുരക്തം കേഴുകയത്രേ നാം ഇതു ഹൃദയം തുറന്നു കേട്ടാവൂ. അടക്കിയേക്കാം കോൾ കൊണ്ടലറിടു മലകടലിനെ എന്നാൽ അടയ്ക്കുവാനാരൻ രാജ്യത്തിൻ സ്വതന്ത്രതാവേശം. അടക്കിയേക്കാം കോൾ കൊണ്ടലറിടു മലകടലിനെ എന്നാൽ അടയ്ക്കുവാനാരൻ രാജ്യത്തിൻ സ്വതന്ത്രതാവേശം. ഇളക്കിയേക്കാം വാനിയൊരുമ്മിയ ഹിമഗിരി നിരയെന്ന ഇളക്കുവാനാരൻ രാജ്യത്തിൻ ബലിഷ്ഠ സങ്കൽപ്പം. ഉണർന്നെണീക്കുക 40 കോടികൾ ഒരേ മനസ്സായി നാം ഉയർത്തിടും ജയഘോഷം ശത്രുവിനിടർച്ച നൽകാവൂ. ഉണർന്നെണീക്കുക തൊഴിലാളികളെ, ഉണർന്നെണീക്കുക തൊഴിലാളികളെ, കൃഷിവലന്മാരേ, ഉണർന്നെണീക്കുവിൻ ഇന്ത്യക്കാരാം സ്ത്രീ പുരുഷന്മാരേ, ഉണർന്നെണീക്കും നമ്മെ തടയാൻ ഉലകിതിലാരുള്ളൂ. ഉരുക്കുമതിലിതിലാർ തല തല്ലി തകർന്നിതാതുള്ളൂ. സ്വതന്ത്ര 40 കോടികൾ നമ്മുടെ യത്നത്താൽ സ്വതന്ത്ര സുന്ദര ശുഭനവലോകം ജന്മമെടുത്താവൂ. സ്വതന്ത്ര 40 കോടികൾ നമ്മുടെ യത്നത്താൽ സ്വതന്ത്ര സുന്ദര ശുഭനവലോകം ജന്മമെടുത്താവൂ, ജന്മമെടുത്താവൂ. ആദ്യഘട്ടത്തിലെ അവസാന മത്സരാർത്ഥി രാഗിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. രാഗി,
വിപ്ലവം എന്ന വിഷയത്തിൽ ഏത് കവിതയാണ് ഇന്ന് ചൊല്ലുന്നത്? വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിത. വളരെ പ്രശസ്തമായൊരു കവിതയാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇന്നത്തെ ആദ്യത്തെ കവിത ചൊല്ലാൻ സാധിക്കട്ടെ രാജ്യത്ത്. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറ ഏന്തിയ പാരിൻ വാരൊളി മംഗള കന്തങ്ങൾ. പണ്ടു പിതാമഹ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടുമക്കാലം, വന്നു പിറന്നിതു ചെന്നിടമൂലും വാളുകണക്കൊരു തീനാളം. സഞ്ചിതമാകുമിരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം, മാനവർ കണ്ടാൽ അഗ്നിസ്മിതമതിൽ മണ്ണിലെ വിണ്ണിൻ വാഗ്ദാനം. ആയിരമായിരമാത്തി ചുംബിച്ചാളി വിടർന്നൊരു പന്തങ്ങൾ, പാണിയിലേന്തി പാടി പാടി പാരിലെ യുവജന വൃന്ദങ്ങൾ. കാലപ്പെരുവഴിയൂടെ പോന്നിതു കാണെ കാണെ കമനീയം, കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി. കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി. അറിവിൻ തിരികൾ കൊളുത്തി കലകൾ ആവേശത്തിൻ ചൂടേകി. മാലോടിഴയും മർത്യാത്മാവിനു മേലോട്ടുയരാൻ ചിറകുതകി. പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ. പാരിൽ മനുഷ്യ പുരോഗമന കൊടി പാറിച്ചവർ ഈ പന്തങ്ങൾ. മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ. മെത്തിടുമിരുളിതിലെത്ര ചമച്ചു പുത്തൻ പുലരിച്ചന്തങ്ങൾ. ദൃഷ്ടത കൂടുമധർമ്മ സദസ്തി പട്ടടാന്തങ്ങൾ. പാവന മംഗള ഭാവി പഥത്തിൽ പട്ടുവിരിച്ചു പന്തങ്ങൾ. മധ്യചരിത്രം മിന്നലിലെഴുതി ഇത്തുടു നാരാചാന്തങ്ങൾ. പോയി മറവാർന്നവർ ഞങ്ങൾ കേകി കൈമുതലായി പന്തങ്ങൾ. ഹൃദയ നിണത്താൽ തൈലം നൽകി പ്രാണമരുത്താൽ തെളിവേകി. മാനികൾ ഞങ്ങളെടുത്തു നടന്നു വാനിനെ മുകരും പന്തങ്ങൾ. ഉജ്ജ്വലമാക്കി ഊഴിയെ ഞങ്ങളുടെ ഉജ്ജ്വല ഹൃദയ സ്പന്ദങ്ങൾ. അടിമച്ചങ്ങല നീറ്റിയുടപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ. വിപ്ലവ ജ്വാലകൾ പേറുന്ന പന്തങ്ങളായി മാമ്പഴത്തിലെ മത്സരാർത്ഥികൾ ആദ്യഘട്ടത്തിൽ കവിത ചൊല്ലിക്കഴിഞ്ഞു. അവരുടെ കാവ്യാലാപനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ 6 മത്സരാർത്ഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും 2 ഘട്ടങ്ങൾ ബാക്കി നിൽക്കെ നിങ്ങൾ എങ്ങനെ ഈ വിപ്ലവം എന്ന വിഷയത്തെ ആസ്പദമാക്കി കവിത ചൊല്ലി എന്ന് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. 6 പേരും തീർച്ചയായും ഒരു മാമ്പഴത്തിൻ്റെ സമാപനോത്സവത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കവിതകൾ തന്നെയാണ് തിരഞ്ഞെടുത്തത്. വയലാറിൻ്റെ 2 കവിതകൾ, എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത്, സംസ്കാരത്തിൻ്റെ നാളങ്ങൾ. മലയാളത്തിലെ വിപ്ലവ കവികളിൽ എല്ലാം കൊണ്ടും മുമ്പിൽ നിൽക്കുന്ന കവികളിൽ ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ 2 കവിതകളും വ്യത്യസ്തമായി തന്നെ ആലപിച്ചു. ഒരു ഗുണം എനിക്ക് തോന്നിയത് പറയത്തക്ക അക്ഷരത്തെറ്റുകളില്ലാതെ ഉച്ചാരണ വൈകല്യങ്ങളില്ലാതെയാണ് ഓരോരുത്തരും കവിത ചൊല്ലിയത്. ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, പോരായ്മകൾ തീർച്ചയായും ഇതിൽ നിന്ന് കണ്ടുപിടിക്കണമല്ലോ. ആ കണ്ടുപിടിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഞങ്ങൾ
കഴിയുന്നത്ര നീതിപൂർണമായി മനുഷ്യസാധ്യമായ അത്ര നീതിയോടുകൂടി വിലയിരുത്തും. ഇപ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ച ഈ ആത്മവിശ്വാസത്തിനും ഈ സൗന്ദര്യപൂർണമായ തിരഞ്ഞെടുപ്പിനും ഈ ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും എല്ലാം അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. ഹൃദയങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കാൻ പര്യാപ്തമായ കവിതകൾ നിങ്ങൾ തിരഞ്ഞെടുത്തു. അത് മനോഹരമായി ആലപിക്കുകയും ചെയ്തു. പക്ഷെ ചില പോരായ്മകൾ ഉണ്ട്, പാകപ്പിഴകളുണ്ട്. അതായത് വിപ്ലവം, കവിതയിൽ വിപ്ലവം ഉണ്ടായിരുന്ന കവിതകളായിരുന്നു എല്ലാം. ആലാപനത്തിൽ അതേ വിപ്ലവം കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിഞ്ഞോ എന്ന് കേട്ടാൽ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ചില ആലാപനങ്ങളിൽ എങ്കിലും. എൻ്റെ തന്നെ അനുഭവം വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പം ഞാൻ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന കവിത, ഒരു പാവപ്പെട്ട മനുഷ്യനെ മാനസികവിഭ്രാന്തി പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മുക്കിക്കൊല്ലുമ്പോൾ ഒരു ചാനൽ അത് പൂർണ്ണമായും ചിത്രീകരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ, അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ കൗതുകത്തോടെ അതിങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ്. നിൽക്കുന്നതിൽ ഒരാൾ ഒരു കല്ലെടുത്ത് ഹൃദയം ഒന്ന് എറിഞ്ഞിരുന്നെങ്കിൽ, കൈ ഒന്ന് പിടിവിട്ടിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നിരിക്കെ നമുക്ക് കാഴ്ചകളിൽ അഭിരമിക്കുന്നവരാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ആ വികാരമാണ് കവിതയിൽ വരേണ്ടത്. പക്ഷെ ഞാൻ എഴുതിയ താളം ഇതാണ്: നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യുന്നിത്താടി താങ്ങി, ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ഇങ്ങനെ ചൊല്ലിയാൽ ആ കവിതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ, ചുറ്റും 1000 കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടക കുളത്തിൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ എന്ന് ഞാൻ ചൊല്ലിയാൽ എന്തായിരിക്കും? അതുകൊണ്ട് തീർച്ചയായും ആലാപനം എന്ന് പറയുന്നത് സവിശേഷമായൊരു കലയാണ്. അപ്പോൾ വിപ്ലവ കവിത ചൊല്ലുമ്പോൾ ആ ചൊല്ലലിലും കൂടെ വിപ്ലവം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന പരിശോധന ഒന്നുകൂടെ ഉണ്ടാകിയാൽ കൊള്ളാം എന്ന അഭിപ്രായം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും മനോഹരമായി ആലപിച്ചു. ആശംസകൾ. മാമ്പഴം 9 സമാപനോത്സവത്തിൽ 2ാം ഘട്ട മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഏത് ദുരിതപർവ്വത്തിലും മനുഷ്യന് താങ്ങാകുന്ന ഭക്തിയെ ആസ്പദമാക്കിയുള്ള കവിതകളാണ് ഈ ഘട്ടത്തിൽ മത്സരാർത്ഥികൾ നമുക്കായി ആലപിക്കുന്നത്. ആദ്യമായി അനന്തകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു താമരമലർകൂടി ഇരുണ്ടു ചുവന്നോരിതളുകൾ പാതി വിരിഞ്ഞ ഒരു പുലരിത്താമരമലരും കൂടി വിളിച്ചു കരഞ്ഞിട്ടർച്ചിക്കുന്നേ. ഇനി വയ്യെന്നുടയോനെ തുമ്പിക്കരമിതിലെത്തുവതോളം പൂക്കൾ നിറഞ്ഞ മനസ്സോടഴലൊടു നിന്നെ വിളിച്ച് അർച്ചിച്ചേ നിന്നലയോളം. ഒരു താമരമലർ കൂടി പുലരിയിലരികെ തന്നെ വിരിഞ്ഞു. നിണവും മിഴിനീരും പാഴ്ചെളിയും ചേർന്നു കലങ്ങിയിരുണ്ടു കഴിഞ്ഞ ജലത്തിൽ. താരിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ. പാപശിലാകൂടത്തിനും ഉയരാം കാരുണ്യത്തിൻ
തൃച്ചേവടിയിൽ. പുറകോട്ടൻ സ്മൃതി പായുന്നു പൊൻപുലരിയിൽ എത്ര യുഗം മുൻപോ. വൻതരുനിര കുത്തിമറിക്കും വനഗജനിരയെ നയിച്ചിങ്ങെത്തിയതീ ഞാൻ. അടിവെയ്പിന്റെ കനത്താലടവി കുലുക്കി ചിഹ്നം വിളിയാൽ ഗിരികൾ മുഴക്കി നടക്കെ. കാണായി പെട്ടെന്നാകാശം പോലാഹ്ലാദം പോൽ ആയിരമോളമുലാവും സലിലം. ആകെ കുളിരു തളിക്കുവതായി ഇളം കാറ്റിൻ ചുരുൾ വീശുവതായി. പാതിക്കണ്ണുമിഴിക്കും തണ്ണീർ താരുകൾ മുഗ്ധമുയർത്തുവതായി. ഒന്നു വിളിച്ചേൻ മതമോടലസം ചെന്നാ നീറ്റിലിറങ്ങി. മുന്നിൽ പൊന്നല തള്ളിക്കേറി പേടിച്ചകലുകയായി നറുമലരുകളെല്ലാം. തണ്ടോടോമൽ താമര പിഴുതു പിടിക്കുകൊടുത്തും തുമ്പിയിൽ നിറയുന്നംഭസിൻ പൂക്കുറ്റികൾ ചീറ്റിച്ചിതറിയുമങ്ങനെ ഇവർ വിഹരിക്കേ. തീയോ വന്നു പിടിച്ചു കാലിൽ ക്രൂരം മൃതിയോ താഴെ താഴേക്കാഴുന്നോ ഞാൻ. അലറിക്കൊണ്ടു കുടഞ്ഞേ കാടു നടുങ്ങും വണ്ണം. പിൻകാലിന്മേൽ പല്ലുകളാഴ്ത്തി മുറുക്കി വലിക്കും വൻഭയം. ഇതിനോടെന്റെ മഹാബലം അതിരോഷത്തോടേൽക്കെ. നിനച്ചീലല്ലോ നിന്നെ കണ്ടു വിരഞ്ഞെൻ സോദരർ നീട്ടിയ തുമ്പിക്കൈയുകൾ നിരസിച്ച്. ഉദ്ധതമെന്റെ കരുത്തിലുറച്ചേ പൊരുതുന്നളവിലും ഓർത്തീലല്ലോ നിന്നെ. കരയിലുഴന്നു തിരിഞ്ഞേ നിൽക്കും കരികൾ മഹാബലർ കൂട്ടമൊടെന്നെ വരിഞ്ഞു വലിച്ചു കരേറ്റാൻ നോക്കുന്നളവിലും ഓർത്തീലല്ലോ നിന്നെ. ഭക്തിസാന്ദ്രമായ മറ്റൊരു കവിതയുമായി എത്തുന്നു ഹരിപ്രിയ. എന്തിനാണവിടുന്നീ കൂട്ടിലാക്കിയതെന്നെ? തന്തിരുവടിയുടെ ഇഷ്ടമാണറിഞ്ഞു ഞാൻ. പിടയും ചിറകിൻ്റെ അസ്വാസ്ഥ്യം കൂട്ടിയിടുന്നതൊടുവിൽ പറന്നുയർന്നിടുവാൻ കെൽപ്പേകാനോ. എങ്കിലേ മധുരമാം ആത്മവേദന എന്നും എങ്കലിങ്ങനെ അടങ്ങാതെ കണ്ടിരിക്കട്ടെ. കനിവിൽ കുളിപ്പിച്ചും പ്രേമത്തിൻ മധുരിക്കും കനിയും അനുഗ്രഹക്കതിരും മേന്മേൽ തന്നും നീ വളർത്തുന്നു. നിത്യനൂതനമായി തോന്നും കേവല പുരാണമാം നിന്റെ മേടയിലെന്നെ സാദരോപഹാരമായി പ്രാതസന്ധ്യകളേകും മാതളം പഴം കണ്ടിൻ കണ്ണുകൾ നനയുമ്പോൾ. അതിലും തുടുപ്പാർന്ന നിന്റെ വത്സലഹസ്തം പതിവായി തലോടുന്നുണ്ടെൻ ഇളം ചിറകിന്മേൽ. രാവുകൾ തൃപ്പാദത്തിൽ കാണിക്ക വയ്ക്കും വെൺമതാവുമാ നറുമുത്തുമാല ലീലയിലേന്തി എൻ കഴുത്തിൽ നീ
എനിക്കെൻ കണ്ണിൻ തിളക്കങ്ങൾ കാണണം അതിൽ കൂടി ചിറകിൻ്റെതായ വർണ്ണാഡംബരം വേണം നിൻ ചിരപുരാതന സദനത്യുതി കൂട്ടാൻ എങ്ങനെ ഞാൻ ഈ നീടം തുറക്കാൻ അപേക്ഷിക്കും എങ്ങനെ ഞാൻ ഈ സ്നേഹത്തിനു പാത്രമായാവോ. മലയാളത്തിൻ്റെ ആസ്തിക കവിയായ ജി ശങ്കരക്കുറുപ്പിൻ്റെ തിരുനാമം എന്ന കവിതയ്ക്ക് ശേഷം കാവ്യാലാപനവുമായി ഇവിടെ എത്തുന്നു ആർദ്ര. അതിഭീകര സർപ്പഭയം കളവാൻ മതി തന്നിലുറച്ചു ഭവാൻ ഭഗവൻ തടസിന്നി കടമ്പിനുമേൽ കയറി വിഷവായു ഉണക്കിയ പത്രജയം പുതുതാം തളിർ പോലെ മനോഹരമാം പദപത്മമണച്ചു കരേറിയുടൻ നിപതിച്ചു കലങ്ങി മറിഞ്ഞ ജലച്ചുഴി തന്നിലകന്നു കുതിച്ചു ഭവാൻ ഉലകങ്ങൾ ഭരിച്ചിടുവോന്റെ കനം പെരുതാണതിളക്കി ജലം മുഴുവൻ ഒരു 100 ധനുസ്സിട പൊങ്ങി നദീ ജലമാഴ്ത്തി കൊടും രവമൊത്തുകരാ ഹൃദവാരിയിൽ നിന്നും ഉയർന്നുരവം പല ദിക്കിൽ വിധിക്കിലുമെത്തിടവേ കടുകോപമെന്നു മഹാഭുജകം തിരുമുമ്പിലണഞ്ഞു മതം പെരുകി തിരുമുമ്പിലണഞ്ഞു മതം പെരുകി ഫണശൃംഗ സഹസ്രമുയർത്തി വിഷക്കന കത്തിയകത്തു നിറഞ്ഞു വിഷം മിഴികൊണ്ടത കണ്ടു ഭവാനഹിയെ ബഹുശൃംഗിയൊരഞ്ജന മാമല പോൽ ബഹുശൃംഗിയൊരഞ്ജന മാമല പോൽ നയനത്തിൽ വിഷാക്തി എരിഞ്ഞു മഹാഭുജഗോത്തമനൂതി വിഷാക്തി ഗണം കടിയേറ്റു ഹരേ ഭഗവൻ ബലവാൻ തനു ചുറ്റി വരിഞ്ഞു ഭവാനയവൻ തനു ചുറ്റി വരിഞ്ഞു ഭവാനയവൻ. ദർശനമറ്റു കരഞ്ഞു പരം തടസിന്നി ശിശുക്കൾ പശുക്കളുമേ ശകുനപ്പിഴയേറിയണഞ്ഞു ഹരേ വ്രജനാഥർ കളിന്തജ തന്നരികെ തവ രക്ഷയതിന്നു വിഭോ കളവാനവർ ജീവനൊരുങ്ങിയിറങ്ങിടവേ വിടുവിച്ചിതു പാമ്പിനെ നീ ഭഗവൻ നറുപുഞ്ചിരി പൂണ്ടഥ പൊങ്ങിയുടൻ ഭവാനതി കോമള നർത്തനമാടി മുത തളയോടിട കൂടിയുതിർത്തു ഹരേ വളയും നറുതേനൊലി താളമോടെ പശുപാലർ സുഖിച്ചു സുഖിച്ചിതു മാമുനിമാർ മഴ പെയ്തു സുമം സുരരും തവ കേളിയിൽ മാരുതഗേഹപദേ പരമേറിയ രോഗമകറ്റുക നീ. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. മാമ്പഴം 9ന്റെ സമാപനോത്സവത്തിൽ അന്തിമ വിജയി ആരാണ് എന്നറിയാൻ ഒരു ദിവസം കൂടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.